റിലീസ് ട്രെയിലർ ഇറക്കി ആരാധകരെ ആവേശത്തിലാക്കി പ്രശാന്ത് നീൽ. റിലീസിന് മുൻപായി ഒരു ട്രെയിലർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചു കാണില്ല. 2 മിനിറ്റ് 54 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു പവർ പാക്ക് ഐറ്റം പ്രശാന്ത് നീൽ ഇറക്കി വിട്ടിട്ടുണ്ട്. ആദ്യ ട്രെയിലർ പോരാ, പ്രതീക്ഷിച്ച അത്രയ്ക്ക് വന്നില്ല എന്ന് പറഞ്ഞവർക്കല്ല ഒരു മറുപടിയായിരിക്കും ഈ ട്രെയിലർ. അത്രയ്ക്ക് ഗംഭീരം. ഓരോ സീനും ഫ്രെയിംസും BGMഉം മേക്കിങ്ങും എല്ലാം ഒരു രക്ഷമില്ലാത്ത വിധം എടുത്തു വെച്ചിട്ടുണ്ട്. പടം എന്തുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്ന് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്ക് വയലൻസും ബ്ലഡ് ഷെഡുമാണ് ഉള്ളത്. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന വെപ്പൺസ് കാണുമ്പോൾ നാടോടിക്കാറ്റിലെ പവനായി പറയുന്ന ഡയലോഗാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നാടൻ കത്തി മുതൽ അൾട്രാ മോഡേൺ വെപ്പൺ വരെയുണ്ട്. ഒരു 3 മണിക്കൂർ വിഷ്വൽ ട്രീറ്റ് വിത്ത് ഹെവി തിയേറ്റർ എക്സ്പീരിയൻസ്, അത് ഗ്യാരണ്ടി തരുന്ന ട്രെയിലർ. പിന്നെ പ്രഭാസ്, പൃഥ്വി ഇവരുടെ പെർഫോമൻസ് ആയിരിക്കും ഇതിലെ അടുത്ത ഹൈലൈറ്റ്. പ്രഭാസിൻ്റെ ഒരു വൻ തിരിച്ചുവരവ് തന്നെ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. പടത്തിൻ്റെ സ്റ്റോറി ഓൾമോസ്റ്റ് ട്രെയിലറിൽ റിവീൽ ചെയ്യുന്നുണ്ട്. കൻസാർ എന്ന പ്രദേശത്ത് പൃഥ്വിക്കുണ്ടാവുന്ന പ്രശ്നം, ആ പ്രശ്നം സോൾവ് ചെയ്യാനായി ദേവ എന്ന പ്രഭാസിൻ്റെ മെക്കാനിക് ക്യാരക്ടർ കൻസാറിലേക്ക് വരുന്നു. പിന്നീട് അവിടെ ഉണ്ടാവുന്ന സംഭവബഹുലമായ കാര്യങ്ങളിലൂടെ പടം പോകുന്നു. ഇതിൽ മെയിനായി ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങി ശത്രുതയിൽ അവസാനിക്കുന്ന പാർട്ട് 1 ആയിരിക്കും സലാർ, പാർട്ട് 1 സീസ്ഫയർ. സ്റ്റോറി റിവീലായാലും പ്രശാന്ത് നീൽ അത് എങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്ന ക്യൂരിയോസിറ്റിയിൽ തന്നെയാണ് മാക്സിമം ആൾക്കാരും ടിക്കറ്റ് എടുക്കുന്നത്. പിന്നെ ട്രെയിലറിൽ കുറച്ച് ആചാരങ്ങളുടെയും ദുരാചാരങ്ങളുടെയും ഒക്കെ സീൻസ് വരുന്നതായി തോന്നി. ഓരോ ഗോത്രങ്ങളും അവരുടെ രീതികളും അവർ ആരാധിച്ചു വരുന്ന ദൈവങ്ങളും. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൽ മഹിഷാസുരവധം പോലുള്ള കൺസെപ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അതുമായി സാമ്യമുള്ള പല സീനുകളും ഈ ട്രെയിലറിലും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഈശ്വരി റാവു ചെയ്ത ക്യാരക്ടർ പ്രഭാസിൻ്റെ അമ്മയായി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇതിനു മുൻപ് വന്ന സോങ്ങിൽ പ്രഭാസിൻ്റെ വീട്ടിൽ വെച്ച് പൃഥ്വിരാജ് അമ്മയുടെ കയ്യിൽ നിന്ന് കഴിക്കുന്നതും അവർ ഒരുമിച്ച് ഇരിക്കുന്നതുമായ സീനുകൾ ഉണ്ട്. അവരെ ട്രെയിലറിൽ ഒരു ടീച്ചറായി കാണിക്കുന്നുണ്ട്. പിന്നിലെ ബോർഡിൽ യുദ്ധമല്ല സമാധാനമാണ് വിജയങ്ങൾ നേടിയിട്ടുള്ളത് എന്ന കോട്സ് എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ സമാധാനം ആഗ്രഹിക്കുന്ന അമ്മയും അഹിംസ കയ്യിലെടുത്ത മകനും അത് ഇവരുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം മാറ്റുന്നു എന്നൊക്കെ. ഇത് എനിക്ക് പേഴ്സണലി തോന്നിയതാണ്. പിന്നെ ഇപ്പോഴും യാഷിൻ്റെ ക്യാമിയോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഉറപ്പായിട്ടില്ല. ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. ഇനി എങ്ങാനും ഉണ്ടെങ്കിൽ തിയേറ്ററിൽ ഒരു സർപ്രൈസ് ബ്ലാസ്റ്റ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബാക്കി ഇനി തിയേറ്ററിൽ നിന്ന് തന്നെ അറിയാം. ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തവർ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക.